നിന്നുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. श्रीमद्भगवतो महापुरुषस्य विष्णुरज्ञया प्रवर्ध्यमानस्य आद्यब्राह्मणे द्वितीयवरान्ते श्वेतवराहकल्पे अष्टा നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് മണിയാമ്പത്തൻ്റെ സന്നിധിയാണ്.
പള്ളിയാത്തത്തിൽ എന്ന് പറയുന്ന മൂർത്തി സങ്കല്പം ഘണ്ഠാകർണ സ്വാമി എന്ന ഭാഗത്തിലാണ് ഈ ശ്രീകരത്ത് കുടിയിരിക്കുന്നത്. ഈ ഘണ്ഠാകർണ സ്വാമി ആരാണെന്നുള്ള ഒരു അറിവ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഘണ്ഠാകർണ സ്വാമിയുടെ അവതാരത്തെ പറ്റി പറയുന്നത് ശ്രീ മഹാകാളിക്ക് ഭദ്രകാളി ദേവിക്ക് വസൂരി എന്ന രോഗം വരികയും ആ രോഗത്തിന് പകർച്ചവ്യാധി ഉള്ളതുകൊണ്ടും അത് ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരുന്ന സമയത്ത് ഭഗവാൻ പരമശിവന്റെ അംശാവതാരമായിട്ട് ഭഗവാന്റെ കണ്ണത്തിൽ ജനിച്ച് കണ്ണത്തിലേക്ക് പുറത്തു വന്ന ഭഗവാന്റെ അംശാവതാരമാണ് ഘണ്ഠാകർണ സ്വാമി. അവതാര ലക്ഷ്യം പോലും ആ ദേവിയുടെ ധീരത മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിവിടെ ആരാധിക്കുന്ന മൂർത്തി മഹാദേവിയുടെ തന്നെ ധീരതകളെ തുടച്ചു നീക്കിയാണ്. അങ്ങനെയുള്ള ഘണ്ഠാകർണ സ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകുന്ന മഹാമൃത്യുഞ്ജയഹോമത്തിന് അപാരമായിരിക്കുന്ന ഫലസിദ്ധിയും ഉണ്ടാവും. ആശ്രിതരായി എത്തുന്ന ഏതൊരു ഭക്തനെയും കൈവിടാതെ അനുഗ്രഹിക്കുന്ന മൂർത്തി. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ധീരതകൾ നമ്മുടെ മനസ്സിന്റെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ശരീരത്തിലുള്ള ധീരതകളായിക്കോട്ടെ, ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിലൂടെ, അതല്ലെങ്കിൽ ഈ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കുചേരുന്നതിലൂടെ അതിനൊരു അത്ഭുതകരമായിരിക്കുന്ന പരിഹാരത്തെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവുകയാണ്. അതുതന്നെയാണ് ഈ 5 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമൃത്യുഞ്ജയ ഹോമത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അനുഗ്രഹം. നമ്മൾക്ക് നമ്മളെ അനുഭവിക്കുന്ന എല്ലാ ദുരിതക്ലേശങ്ങളിൽ നിന്ന് മോചനം നൽകി ചതുർവിധങ്ങളായിരിക്കുന്ന ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, പുരുഷാർത്ഥം സിദ്ധിക്കുവാനായിട്ട് ഈ മഹായജ്ഞം നമുക്ക് സാധ്യമാകട്ടെ. എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും ഘണ്ഠാകർണ സ്വാമിയിൽ നിന്ന്, പള്ളിയാത്തത്തിൽ നിന്ന് നമുക്ക് സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മഹായജ്ഞം ആരംഭിക്കാം. ഓം നമഃ ശിവായ.
സന്താപത്തെ മുടിക്കും മന്ത്രം
കാശിയിൽ എങ്ങും